2004 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഇതിനകത്ത് ഞാനൊരു പ്രവർത്തനം എന്നുള്ള നിലയിൽ ആരംഭിക്കുന്നത്. അതിന് മുമ്പ് വരെ ഇപ്പോൾ ബാലഗോകുലത്തിൻ്റെ ഏതെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ട്, മാമനെപ്പോഴോ ശാഖയെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേറൊരു സീരിയസ് ആയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിട്ടില്ല. 2016 തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് നടന്ന ഒരു ഹിന്ദു മഹാസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സംഘാടക സമിതിയുടെ അമരക്കാരനായിരുന്ന യുവരാജിനെ ആ ഒരു സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മികച്ച രീതിയിലുള്ളൊരു സംഘടനാ പാഠവും ഒരു ഓർഗനൈസർ എന്നുള്ള രീതിയിലുള്ള വളരെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവൊക്കെ തിരിച്ചറിഞ്ഞൊരു ഘട്ടമായിരുന്നു അത്. എൻ്റെ സ്വന്തം ബോധ്യത്തിൽ ഞാൻ ആരംഭിക്കുന്നത് 2004 എന്ന് പറയാം. 2020 10 റുപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു ദേശീയ പുരസ്കാരം നേടിയ ഹ്രസ്വ ചിത്രത്തിൻ്റെ സംവിധായകനാകാൻ വേണ്ടി സാധിച്ചു. 2022 എല്ലാവർക്കും അറിയാം, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം അന്ന് വലിയ ഒരു ചർച്ചയായിട്ട് മാറിയതായിരുന്നു. വിവേക് അഗ്നിഹോത്രിയും വിക്രം സമ്പത്തും ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വന്നിറങ്ങിയ ഒരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൻ്റെ സംഘാടകൻ എന്നുള്ള നിലയിലാണ് കുറച്ച് ലൈം ലൈറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരുന്നത്. പിന്നീട് ചാനൽ ഫ്ലോറുകൾ തന്നെയാണ് വലിയൊരു മൈലേജ് എനിക്ക് മറ്റൊരു തലത്തിലേക്ക് ഉണ്ടാക്കി തരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദവും നിയമസഭയിൽ മുഴങ്ങണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം, അത് തികച്ചും ഒരു ആഗ്രഹം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത്തരത്തിൽ കഴിവും അതുപോലെ നിരന്തരമായിട്ടുള്ള അധ്വാനിക്കാനുള്ള ഒരു മനസ്സുള്ള ആൾക്കാരും സാധാരണ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വിഷമങ്ങളും അവരുടെ ജീവിത നിലവാരത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മളെ സേവിക്കാനായിട്ട് നിയമസഭയിൽ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കുന്നതിന് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ നല്ലൊരു സജീവ പ്രവർത്തകനും ദീർഘവീക്ഷണമുള്ള വികസനത്തിന് ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ്. വരാൻ പോകുന്നൊരു പുതിയ തലമുറയെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായിട്ട് അറിവുള്ള ബോധ്യമുള്ള ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർ പിന്നെ നമ്മുടെ ഭരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധീകരിക്കാനും ഒക്കെ വരികയാണെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു തരത്തിലുള്ള ഒരു പുരോഗതി നമ്മുടെ നാടിനും ഉണ്ടാകുമെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായ ടീം പല വശങ്ങൾ പരിശോധിച്ചിട്ട്, ഒന്നും രണ്ടും ഒന്നും അല്ല, പല വശങ്ങൾ പരിശോധിച്ച് ഇഴകീറി മുറിച്ച് എല്ലാം ചെയ്തിട്ടാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇവിടുത്തെ താഴെത്തട്ടിലെ പ്രവർത്തകർ, കാരണം അവർ കൊടുത്ത ഫീഡ്ബാക്കാണ് ഈ സ്ഥാനാർത്ഥിത്വം എനിക്ക് തന്നത്, അല്ലാണ്ട് മറ്റൊന്നുമല്ല. തീർച്ചയായിട്ടും അത് പ്രവർത്തകർ തന്ന ഒരു വലിയ സമ്മാനമായിട്ടാണ് അതിനെ കരുതുന്നത്.